സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠന സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃത്താല മണ്ഡലത്തിൽ പുതുതായി അനുവദിച്ച ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ നഴ്സുമാർക്ക് ലോകമെമ്പാടും വലിയ അംഗീകാരമാണുള്ളത്. ഏറ്റവും സേവന സന്നദ്ധതയുള്ള, വളരെ നല്ല നിലയിൽ പരിചരിക്കാനും നല്ല വാക്ക് പറയാനും ഒക്കെ തയ്യാറുള്ള നഴ്സുമാരാണ് കേരളത്തിൽ നിന്നുള്ളത് എന്ന് പൊതുവിൽ പുറം രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും നമുക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യത മുൻനിർത്തി നഴ്സിംഗ് കോഴ്സിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ഉയർന്ന മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. 95% മുകളിൽ മാർക്കുകളുള്ള മിടുക്കികളും മിടുക്കന്മാരുമായ കുട്ടികൾക്കാണ് നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത്. അത്രയേറെ നിലവാരം പുലർത്തുന്ന രീതിയിലാണ് കേരളത്തിൽ നഴ്സിംഗ് കോഴ്സുകൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകമെമ്പാടും മലയാളി നഴ്സുമാർക്ക് വലിയ അംഗീകാരവും തൊഴിൽ സാധ്യതയുമുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് മുൻകൂട്ടി കണ്ടാണ് കഴിഞ്ഞ ബജറ്റിൽ പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ പരിശോധനകൾക്കും ക്രമീകരണങ്ങൾക്കും ശേഷമാണ് തൃത്താലയിൽ കോളേജ് പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. നിലവാരമുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസത്തിലൂടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് കോളേജ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ കോളേജിൽ പ്രവേശനം ആരംഭിക്കുമെന്നും ക്ലാസുകൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. തൃത്താല ഗവൺമെന്റ് കോളേജിന് മികച്ച രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി വി നിഷ, കെ പി വിപിലേഷ്, നിഷ വിജയകുമാർ, CPIS ഡയറക്ടർ പ്രൊഫസർ പി ഹരികൃഷ്ണൻ, ജോയിന്റ് ഡയറക്ടർ ടി പി ജയചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ അബ്ദുൾ വഹാബ്, പ്രൊഫസർ ജോജി അലക്സ്, പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു.